എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു മനോഹറിന്റെ നിഷയുടെ ആദ്യരാത്രിയൊക്കെയാണ് കഴിയുവാണ്. ആ മനോഹറും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം തനിക്ക് ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഒരു വർഷത്തെ എനിക്ക് പേടിക്കണ്ട. നിഷയുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. അപ്പോൾ ഒരു വർഷം വരെ ഇവളെ തന്നെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കാം. അതിനുശേഷം പിന്നീട് ആരെയും തപ്പി കണ്ടുപിടിക്കണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് മനോഹർ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ രാഹുൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. എത്രയും പെട്ടെന്ന് രൂപേനെ പോയി കാണണം, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അങ്ങനെ രാഹുൽ രാവിലെ ഒരുങ്ങി ഇറങ്ങുമ്പം ഷാരു വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ മനുഷ്യ പോണേന്ന് ചോദിക്കാം. അതെ, എനിക്ക് പുറത്തു വരെ പോണെന്ന് പറയാം. അല്ല, പുറത്ത് പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ പോകുന്ന പോലെ തന്നെ തിരിച്ചു വരണമെന്ന് പറയാം. എന്താ ശാരി, എനിക്കെന്താ ഇപ്പോഴും ഭ്രാന്തുണ്ടോന്ന് ചോദിക്കാം. ഭ്രാന്തുണ്ടോന്നല്ല, നിനക്ക് ഭ്രാന്തുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം. പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, ഞാനേ രൂപേനെ കാണാൻ പോവാ. നീ കൂടുതൽ ഭ്രാന്ത് ഇളകേണ്ട ആവശ്യമില്ല നിനക്ക്. പറഞ്ഞു കേട്ടല്ലോ, ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്കല്ല ഭ്രാന്ത്, നിനക്ക ഭ്രാന്തെന്ന് പറയാം. ഇത് കേട്ടതും ഷാരി പറഞ്ഞു, എന്റെ വായിന്ന് വല്ലതും കേൾക്കും, മിണ്ടാതെ പൊക്കോ അവിടുന്ന്, രാവിലെ തന്നെ മനുഷ്യനെ കൊണ്ട് പറയിക്കാനായിട്ട് എന്നും പറഞ്ഞൊരു ഷാരി ദേഷ്യപ്പെടുവാണ്. പിന്നീട് രാഹുൽ അങ്ങോട്ട് ഇറങ്ങി പോവാ. ഈ സമയം സരിയോ വല്ലാത്ത ടെൻഷൻ ഇരിക്കുമായിരുന്നു. അപ്പൊ സരുവിന്റെ അടുത്ത് എന്നിട്ട് എന്ത് പറ്റുമോളെ, നീ എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിക്കും. അതെ, മനുവാണ് ഇതിനായിട്ടും വിളിച്ചില്ലമ്മേ, ഇന്നലെ തിരക്കുണ്ട്, പക്ഷേ എങ്കിൽ ഇത്ര സമയമായിട്ടും വിളിച്ചിട്ടില്ല. എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. അല്ല, മോൾ അങ്ങോട്ട് വിളിച്ചു നോക്കിയില്ലേ? ഞാൻ വിളിച്ചു നോക്കിയപ്പം ഇന്നലെ വൈകുന്നേരം വിളിച്ചു നോക്കിയും പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വിളിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സമയമായിട്ടും വിളിച്ചില്ലെന്ന് പറയാം. അതാണോ കുഴപ്പം? അച്ഛൻ വന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ? അച്ഛൻ വന്ന് പറഞ്ഞില്ലായിരുന്നോ തിരക്കുള്ള സമയമെന്ന്, എന്തോ മീറ്റിംഗ് ഒക്കെയാന്ന്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. മോൾ അതേക്കുറിച്ച് ഒന്നോർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയാം. എനിക്ക് ടെൻഷനൊന്നുമില്ല, എന്നാലും പക്ഷെ മനുവേട്ടൻ വിളിക്കാത്തോണ്ടൊരു ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യുക, മോൾ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാൻ പറയാണ്. അങ്ങനെ സരി മനോഹറിനെ വിളിച്ചു നോക്കുക. ഈ സമയത്ത് നിഷ മുറിയിലില്ലായിരുന്നു. നിഷ പുറത്ത് അടുക്കളയിലായ സമയത്താണ് കോള് വരുന്നത്. പെട്ടെന്ന് മനോഹർ എന്ത് ചെയ്യണം, ആ കോള് എടുത്തോണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് പോവാ. മിറ്റത്ത് എങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഒരു കാരണവശാലും അവൾ കേൾക്ക് പോലും ചെയ്യരുത്. പിന്നീട് മനോഹർ ചോദിച്ചു, എന്താ മോള്, എന്താ വിളിച്ചതെന്ന് ചോദിക്കും. നല്ല ആളാ, ഇന്നലെ പോയിട്ട് ഇതുവരെയായിട്ട് എന്നെ ഒന്ന് കോളെങ്കിലും വിളിച്ചതെന്ന് ചോദിക്കും. അതെ, അച്ഛൻ വന്ന് പറഞ്ഞില്ലേ, എനിക്കിവിടെ നല്ല തിരക്കായിട്ടാ, ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അച്ഛൻ തിരികെ വരികയും ചെയ്തു. മനുവേട്ടനെ കുറിച്ചൊരു വിവരമില്ല. ഞാനോർത്തു ഇനിയിപ്പം എന്തെങ്കിലും അച്ഛൻ ചെയ്തിട്ടുണ്ടോന്ന്. പറയാൻ പറ്റില്ല, അച്ഛൻ്റെ സ്വഭാവമല്ലേ, ഭ്രാന്തളകി നടക്കുമല്ലേ, എന്താ എപ്പോഴാ ചെയ്യുന്ന പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായില്ല മോളു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാ ഇനിയിപ്പോ 1-2 ദിവസത്തേനും വരാൻ പറ്റില്ല എന്ന് പറയാം. അതെന്താ മനുവേട്ട അങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, VIP മീറ്റിംഗാ, അത് അച്ഛനോട് ചോദിച്ചാൽ അറിയാം. കാനഡയിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ ആൾക്കാർ വരണേ. അപ്പൊ അവരുമായിട്ടുള്ള മീറ്റിങ്ങിന്റെ സമയത്ത് എനിക്ക് അങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ വന്നിരിക്കാൻ പറ്റുമോ? നമ്മുടെ കമ്പനിയുടെ കാര്യമല്ലേ, ദേ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ഞാനീ കിടന്ന് കഷ്ടപ്പെടുന്നേ. ശരി, എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് മനുവേട്ടനില്ലാതെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറയാം. അതൊന്ന് ഓർത്ത് വിഷമിക്കേണ്ട മോളൂ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എത്തില്ലേന്ന് പറയാം. എന്തായാലും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു വിഷമം വരുന്നുണ്ട്. ഇവിടെ എനിക്ക് നിൽക്കാനാ തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ഞാനിവിടെ വരട്ടേന്ന് ചോദിക്കും അങ്ങോട്ട്. ഇത് കേട്ടോ മനോഹർ, ഇങ്ങോട്ട് വരാനാ? ആഹാ, അതെ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മോളിനെ ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല. അവിടെയാണെങ്കിൽ അമ്മയുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. മോളിന്റെ ഫുഡൊക്കെ ആണെങ്കിൽ നേരം വേണമെന്ന് നടക്കത്തില്ല. ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കേണ്ടി വരും. അത് നമ്മുടെ കുഞ്ഞിന് പ്രശ്നമാണ്. വയറ്റ് വരുന്ന കുഞ്ഞിന് ദോഷമല്ലേ എപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചാല്. വീട്ടിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അമ്മ ഉണ്ടാക്കി തരില്ലേന്ന് നിൽക്കും. ശരിയാ, എന്നാ ശരി. അതെ, ഇടയ്ക്ക് വിളിക്കൂട്ടാ, ഞാൻ എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറയാം. അയ്യോ മോളൂ, ഇനി ഇപ്പൊ വിളിക്കണ്ട കേട്ടോ. എന്താന്ന് പറയട്ടെ, ഇന്ന് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടക്കാൻ പോണേ, അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചോളാം. മോളും ഇങ്ങോട്ട് വിളിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. ശരിയെന്ന് പറയാണ്. അങ്ങനെ സരി ഫോൺ വെച്ചു. മനോഹറിന് സന്തോഷമായി. അവളെ പറ്റിച്ച് പാലം കിടത്തി. ഇനിയിപ്പോ ഒരുത്തി അകത്തുണ്ട്, അവളുടെ കാര്യം കൂടെ ഒന്ന് മാനേജ് ചെയ്യണം. കുറെ നാളത്തേക്ക് ഇനിയിപ്പം ഇവള് വേണം. ഇനിയിപ്പോ ഒരാളും കൂടെ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കണം. അതിനു മുമ്പ് സരയുവിനെ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. ആ ഒരു ചിന്തയൊക്കെ മനോഹറിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന രാഹുൽ നേരെ രൂപയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. അപ്പം രൂപയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ രൂപയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. രാഹുലിനെ കാണുന്നതിനെ ദേഷ്യമോ എന്തോ കുതന്ത്ര ബുദ്ധിയായിട്ടാ വരുന്നതെന്ന് രൂപയ്ക്ക് മനസ്സിലായി. അങ്ങനെ രാഹുലിനെ കണ്ട് രൂപ പറഞ്ഞു, ആ ഏട്ടനോ കയറി വരാൻ പറയാണ്. എന്താ രൂപ, പണ്ടത്തെ പോലെ ഒന്നുമല്ല, നിന്നിപ്പോ അങ്ങോട്ട് കാണാൻ പോലും ഇല്ലോന്ന് ചോദിക്കാം. അത് ഏട്ടനറിയാലോ, ഇവിടിച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അറിയാലോ, അങ്ങോട്ട് എപ്പോഴും വരുന്ന ഒരു പക്ഷേങ്കിൽ സരിവിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു പറയാം. അതെന്താ, ആൾ അങ്ങനെ എന്തെങ്കിലും നിന്നോട് തുറന്നു പറഞ്ഞു നിൽക്കും? ഇല്ല, അവളൊക്കെയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിൽക്കാനൊന്നും അധികം താല്പര്യമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നതിലും അവർക്കും അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തേന്ന് പറയാം.
ഈ സമയം രാഹുൽ പറഞ്ഞു, നീ അതൊന്നും കാര്യമാക്കണ്ട രൂപേ, നിനക്ക് എപ്പം വെള്ളം അങ്ങോട്ട് വരാലോ. ഈ സമയം രൂപ പറഞ്ഞു, അല്ല ഏട്ടൻ എന്ത് പറ്റി, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം? എനിക്ക് നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറയണം. എന്നാൽ ശരി ഏട്ടൻ ഇരിക്കാൻ പറയണം. ഈ സമയത്ത് രൂപയ്ക്ക് മനസ്സിലായി എന്തോ കുതന്ത്ര ബുദ്ധിയാണ്, അപ്പൊ അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. ഈ സമയത്ത് രൂപ ചോദിച്ചല്ല ഏട്ടൻ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. എനിക്ക് പറയാനുള്ള ആ കല്യാണിയെ കുറിച്ചാന്ന് പറയണം. അവളെ എത്രയും പെട്ടെന്ന് കിരണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയും. നീ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നോ സരുവിന്റെ ജീവിതത്തിലേക്ക് കിരൺ കയറി വരണമെന്ന്, കല്യാണിനെ ഒഴിവാക്കണമെന്ന്? അപ്പൊ അതിനുള്ള സമയമായെന്ന് എനിക്കിപ്പോ തോന്നണേന്ന് പറയാം. അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞേ? അല്ല, കല്യാണിയെക്കുറിച്ച് നിനക്കറിയാലോ രൂപേ, ഒരു കാരണവശാലും ആ കുടുംബത്തിലേക്ക് കയറി വരേണ്ട പെണ്ണല്ല അവള്. വെറൊരു പാൽക്കാരി മാത്രമായിരുന്നു. ക്യാൻറ്റീൻ ജീവനക്കാരിയായിട്ട് വന്നിട്ട് അവൾ കിരണിനെ അടിച്ചെടുത്ത. അവൾക്ക് മനസ്സിലായി ഇത്ര നല്ലൊരു ജീവിതം വേറെ ഒരിടത്തും കിട്ടില്ലെന്ന്. അതുകൊണ്ട് എന്താ, എപ്പോ നോക്കിയാലും അവൾ അവനോടൊപ്പം ഒട്ടി നിൽക്കുമല്ലേ, അവൻ ഇട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ല അതിനിപ്പോ എന്താ എന്താ കാര്യം ചോദിക്കാം. എന്താ കാര്യമെന്നോ, എത്രയും പെട്ടെന്ന് കല്യാണിയെ കിരണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയാം. എന്നിട്ട് ആ സ്ഥാനത്ത് സരയു വരണം കിരണിന്റെ ജീവിതത്തിലേക്ക്. അല്ല അതിനിപ്പം മനോഹർ സമ്മതിക്കോ? അത് മാത്രമല്ല, അതൊക്കെ പെട്ടെന്ന് അടിപൊളി നടക്കുന്ന കാര്യമാണോ? സരയു പ്രഗ്നന്റും കൂടെ അല്ലേന്ന് ചോദിക്കും. അവള് പ്രഗ്നന്റ് ഒക്കെ തന്നെയാ, പക്ഷെങ്കിൽ അവളുടെ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞ് കിരണിന് ഒരു ശല്യം ആവത്തില്ല. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുക. അല്ല അപ്പം മനോഹറോ? അവന്റെ കാര്യത്തിൽ ഏകദേശം ഒക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. നീ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം അത്. മനോഹറിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കിരണിനെ സരയുനെ കൂടെ ഒന്നിപ്പിക്കാന്ന്. ഇത് കേട്ടതും രൂപയുടെ മനസ്സിൽ വല്ലാത്തൊരു ആന്തലാണ്. ദൈവമേ, ഈ ദുഷ്ടൻ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? ആ വയറ്റ് വളരുന്ന കുഞ്ഞിനെയും കൂടെ നശിപ്പിക്കാനാണ് ഇങ്ങയുടെ പുറപ്പാട്. പെട്ടെന്ന് രൂപേശല്ല ഏട്ടന്റെ മനസ്സിൽ പ്ലാൻ എന്താന്ന് ചോദിക്കും. അത് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, എന്നിട്ടേ കാര്യമുള്ളൂ. എങ്കിൽ മാത്രം ഇനി കിരണ് ഇനിയിപ്പോ ഒഴിവായി കിട്ടുള്ളൂ. അല്ല അങ്ങനെ കല്യാണി പോയാലും കിരണ് സരയുവിനെ വിവാഹം കഴിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം ദേഷ്യമാണ് കിരണ് സരയുവിനോട്. അതൊന്നും കുഴപ്പമില്ല രൂപ, കുറെ കാലം കഴിയുമ്പോഴത്തേന് ആ ദേഷ്യമൊക്കെ മാറിക്കോളും. നീ അവനെ പറഞ്ഞു മനസ്സിലാക്കണം. കല്യാണി ഇനി ജീവിച്ചിരിപ്പണ്ടല്ലേ കുഴപ്പമുള്ളൂ. കല്യാണി പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. കേട്ടൻ രൂപയ്ക്ക് അടിമുടി പെരുത്ത് കയറി. പക്ഷെ എന്ത് ചെയ്യാനാ, ആംഗ്ലയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ താൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട്. അത് വേണ്ട, നയത്ത് വേണം ഇയാളെ കൺട്രോൾ ചെയ്യാനായിട്ട്. നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ഞാൻ ചായ എടുക്കാന്ന് പറയണേ. ചായ ഒന്നും വേണ്ടാന്ന് പറയാണ്. ഞാൻ ഇന്ന് ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രൂപ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇത് കല്യാണിയും കിരണിനെയൊക്കെ അറിയിക്കണം. ഇനിയിപ്പോ ഏത് സമയത്ത് എന്ത് സംഭവിക്കാം, ആപത്തുകളൊക്കെ ഉണ്ടാവും. കാരണം രണ്ടും കൽപ്പിച്ചാന്ന് തോന്നി ഈ ദുഷ്ടൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ചന്ദ്രേട്ടനോടും പറയണമെന്നൊക്കെ രൂപ മനസ്സിൽ കരുതുവാണ്. ഈ സമയത്ത് കല്യാണി കിരണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മടിയെ കല്ലിമോനും ഉണ്ട് കല്യാണിയുടെ. കല്യാണി പറഞ്ഞു, എനിക്കാണ് എന്തോ വല്ലാത്ത വിഷമം, ഒരാഴ്ചയൊക്കെ മാറി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കിരണേട്ടനെ കല്ലിമോനെ കാണാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ കല്യാണി, ആ ഒരാഴ്ച പെട്ടെന്ന് അങ്ങോട്ട് പോകും. പിന്നെന്താ കുഴപ്പം? പിന്നെ ഇനി ഈ കാര്യം ഓർത്തിട്ട് അവിടെ കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഫസ്റ്റ് പ്രൈസ് മേടിക്കാനുള്ള ആ ഒരു ചിന്ത വേണമെന്ന് പറയാ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിന്റെ ആ ഒരു സമയത്ത് നിന്റെ മനസ്സിനെ അലട്ടുകയോ ചെയ്തേക്കല്ലേ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്നാലും കിരണേട്ടാ, എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക. അതൊന്നും ആലോചിക്കണ്ട, നീ ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ നമുക്ക് പർച്ചേസ് ഉള്ളതല്ലേന്നും പറയുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കിരണും കല്യാണിയും കൂടെ പർച്ചേസ് ചെയ്യാൻ പോകണം. അപ്പൊ കല്യാണിക്ക് പോകാൻ നേരം നല്ല കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ കല്യാണി പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ പോയാലെന്ന് വെക്കും. ശരിയാ, കഴിക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കയറുവാണ്. ഈ സമയത്താണ് അവരെ കാഴ്ച കാണുന്നത്. മനോഹറും കൂടെ തന്നെ നിഷയായിരിക്കുന്നത്. അപ്പൊ നിഷ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു, അവിടുത്തെ മെനു കാർഡ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ മനോഹർ ഇവർ കയറി വരുന്ന കണ്ടു. പെട്ടെന്ന് മനോഹറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മനോഹറിനെ കല്യാണി കിരണം കാണുകയും ചെയ്തു. അവർക്ക് മനസ്സിലായി മനോഹറിന്റെ അടുത്തൊരു പെണ്ണുണ്ട്, പക്ഷെ അത് സരിയുമല്ല. അത് ആരാന്നറിയാൻ വേണ്ടി അങ്ങോട്ട് കല്യാണി അടുത്ത് വരുവാണ്. പെട്ടെന്നാണ് ആ കാഴ്ച കാണുന്നത്. അവൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് നിഷയല്ലേ, മേഘനയുടെ അനിയത്തിയല്ലേ എന്ന്. അപ്പോഴാണ് കല്യാണിക്ക് ആ സത്യങ്ങൾ മനസ്സിലാകുന്നത്. മനോഹർ കല്യാണം കഴിച്ച് ഇവളെയായിരുന്നോ? എന്തായാലും ഇവനാണോ മുഖം മൂടി അവിടെ വന്നത്, വടക്കേന്ത്യ സ്റ്റൈലിൽ വന്നേന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോവാണ്. ആ സമയത്ത് അതിനേക്കാളും ഞെട്ടലായിരുന്നു മനോഹറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പക്ഷേങ്കില് ഇനിയിപ്പോ താൻ പെട്ടുപോയി. ഇനിയിപ്പോ സരുവിനോട് ഇവർ സത്യങ്ങളൊക്കെ പറയൂലോ എന്ന് ഓർത്തിട്ട് എഴുന്നേറ്റ് ഓടണോ ഇരിക്കണോ എന്ന്
അറിയത്തില്ലാത്തൊരവസ്ഥയെ മനോഹർ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ മനോഹറിന്റെ കള്ളത്തരം പിടികൂടുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.